വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അച്ചപ്പാണ്. അച്ചപ്പം നമ്മുടെ നാട്ടിൻ്റെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ജപ്പാനിൽ വരെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് അടുത്താണ് അറിഞ്ഞത്. ജപ്പാനിൽ ഇതിനെ റോസെറ്റ് കുക്കി എന്നും നമ്മുടെ ആന്ധ്രയിലൊക്കെ ഇതിനെ ഗുലാബി പൂവുള്ളു എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ട് അച്ചുകളാണ് എൻ്റെ അടുത്തുള്ളത്. ഒന്ന് ഒരു സ്റ്റീലിൻ്റെ അച്ച്, അത് കുറച്ച് ലൈറ്റാണ്. ഇത് ഒരു ബ്രാസിൻ്റെ അച്ച്, ഇത് കുറച്ച് പഴയതാണ്. എൻ്റെ അമ്മമ്മയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആൻറ്റീക്ക് അച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഈ രണ്ട് അച്ചുകളിൽ വെച്ചിട്ട് നല്ല അച്ചപ്പം നന്നായി വരുന്നത് ഈ ബ്രാസിൽ വെച്ചിട്ടാണ്. ഇതിൽ ഇല്ലാതെ കിട്ടുന്നു മാത്രം. പിന്നെ ഇപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അത് എൻ്റെ അടുത്തില്ല. അതിൽ നന്നായി വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് അച്ച് യൂസ് ചെയ്യുകയാണെങ്കിലും അത് തലേന്ന് തന്നെ അല്ലെങ്കിൽ ഓവർനൈറ്റ് എങ്കിലും എണ്ണയിലൊന്ന് മുക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇടാം. അരിപ്പൊടി ഞാനിവിടെ ഓൾറെഡി നല്ലോണം അരിച്ച് വെച്ച് അതിലത്തെ പൊടിയൊക്കെ കട്ടയൊക്കെ കളഞ്ഞതാണ്. നല്ല സ്മൂത്തായിട്ടുള്ള അരിപ്പൊടി. ഇതിലേക്ക് ഞാൻ 1/2 കപ്പാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്. 1/4 ടീസ്പൂൺ ഉപ്പ്. പഞ്ചസാര ചിലപ്പം നിങ്ങൾക്ക് ഒക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പം, തേങ്ങാപ്പാലിനൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിപ്പോൾ തന്നെ ചേർക്കണ്ട, കാരണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോഴേ അതിൻ്റെ രുചി ശരിക്കും അറിയാൻ പറ്റും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. എന്നിട്ടിതിനെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. മാവിൻ്റെ കട്ടി ഏകദേശം ദോശമാവിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കട്ടിയാണ് വേണ്ടത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഇനി ഒരു മുട്ട കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ആ ഓർമ്മയോടെ വേണം വെള്ളം ചേർക്കാൻ. അപ്പോൾ ഇപ്പോൾ വല്ലാതെ ലൂസാക്കണ്ട. അപ്പോൾ ഇത് ഇത്ര ഏകദേശം ഒരു കട്ടിയായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം. അതിനെയും കൂടി ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കണം. മുട്ടയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ഏകദേശം കണ്ടില്ലേ, ഇപ്പം ദോശയേക്കാളും കുറച്ചും കൂടി കട്ടിയുണ്ട്. ഇതിൽ ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എള്ള് ഇഷ്ടമല്ല, പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചേർത്തു എന്ന് മാത്രം. ചിലർ ഒരുപാട് ചേർക്കും, ചിലർ ഒട്ടും ചേർക്കാതെ ഉണ്ടാക്കണുണ്ട്. ഇതിൽ ഒരു പേരിന് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ. അപ്പം ഇത്രയും ചെയ്തിട്ട് ഇത് നമുക്ക് ഈ മാവിനെ ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മുടെ അച്ചപ്പം ചുട്ടെടുക്കാൻ. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അച്ചപ്പം ചുട്ടെടുക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ അച്ച് ഇങ്ങനെ എണ്ണയിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഞാനിങ്ങനെ ഒരു പരന്ന പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ അച്ചപ്പം ഈ സൈഡിലേക്ക് ഇട്ടാലും പിന്നെ അടുത്ത അച്ചപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അച്ചിനെ ഈ ഭാഗത്ത് വെച്ചിട്ട് ചൂടാക്കാം. ചൂടാക്കാതെ മുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചപ്പം ശരിയായിട്ട് വരില്ല. ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ ഇതിലുറ്റിയത് നല്ലോണം ഇതുപോലെ ഇങ്ങനെ കളയുക. എന്നിട്ട് നമ്മുടെ ഈ മാവിൻ്റെ പാത്രത്തിൽ ഇത് ഒരു 1/4 വരെ മാത്രം ആക്കുക. മുകൾ ഭാഗം കവർ ചെയ്യരുത്. നമ്മൾ ഒരിക്കലും അച്ച് ചൂടാക്കാതെ മാവിൽ മുക്കരുത് കേട്ടോ, കാരണം ശരിക്കും ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവ് വിട്ടുവരില്ല. പിന്നെ എണ്ണയുടെ കാര്യം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ചൂട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ലോയിലേക്ക് ആക്കുക. എന്നിട്ട് കുറച്ച് തീ കൂട്ടിക്കൊടുക്കുക. മീഡിയത്തിൽ കൂടുതൽ ഞാൻ ആക്കാറില്ല. ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ഇതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം.
നിങ്ങൾക്ക് 1-2 എണ്ണം ചുടുമ്പോൾ മനസ്സിലാവും. അപ്പം ചൂട് കൂടിയെന്നുണ്ടെങ്കിൽ അത് കരിയും പെട്ടെന്ന്. അപ്പോൾ ഇതിങ്ങനെ ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ആവാനാവുമ്പോഴേക്കും നമ്മൾ തിരിച്ചിടണം. അപ്പോഴാണ് അത് കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടുക. ഇതിപ്പോൾ റെഡിയായി. ഇപ്പോൾ വലിയൊരു പാനൊക്കെയാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 2-3 എണ്ണമൊക്കെ ചുടാൻ പറ്റും. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ അച്ച് ചൂടായിട്ടുണ്ടാവണം. അപ്പം അത് നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ അച്ചപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ അളവ് വെച്ചിട്ട് ഒരു 25 അച്ചപ്പാണ് ഉണ്ടാക്കാൻ പറ്റിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.